ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ബിഗ് ബോസ് ആണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് ഞാൻ ഈ ഈ ഇത്തവണത്തെ സീസണാണ് ഞാൻ കറക്റ്റായിട്ട് ഇരുന്ന് പ്രോപ്പറായിട്ട് എല്ലാ എപ്പിസോഡ്സും കണ്ടത് കേട്ടോ. അതുപോലെ 24/7 ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും 24/7 നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞാനിപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. വളരെ ഒരുമാതിരി ഈ ഒരു എന്താ പറയുക, കുറച്ച് മനുഷ്യത്വം ഇല്ലാത്ത പോലെ കുറച്ച് പേര് അനുവിനോട് കാണിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. വേറൊന്നുമല്ല, അനുവിനെ നമ്മൾ ആദ്യം ഞാൻ ഈ ബിഗ് ബോസിൽ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് അനു കുറച്ച് ഈ സെൻറ്റിമെൻ്റൽ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒക്കെ എടുക്കുന്നതായിട്ടും കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതായിട്ടൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി. അപ്പോൾ എനിക്ക് ആദിലെ നൂറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദിലെ നൂറയും വളരെ സ്റ്റബേണായിട്ട് വളരെ സ്റ്റേണായിട്ട് കാര്യങ്ങൾ ഒന്നിനെ പേടിക്കാണ്ട് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളിക്കാരി രണ്ടുപേരും, അത് എസ്പെഷ്യലി ആദിലെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൽ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. വളരെ എന്താ പറയുക, പോയിന്റ് മാത്രമേ പറയുള്ളൂ. പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും പുള്ളിക്കാരി അങ്ങനെ പറയത്തില്ല, വേണ്ടതിനൊന്നും പറയത്തില്ല. അതുപോലെ തന്നെയാണ് നൂറ കുറച്ച് സൈലൻ്റ് ആയിരുന്നു. പക്ഷേ സൈലൻ്റ് ആണെങ്കിലും ഒരു സൈലൻറ്റ് കില്ലറിനെ പോലെ തന്നെ പുള്ളിക്കാരി വളരെ സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ നൂറ. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഈ വീക്കിലെ ലാസ്റ്റ് വീക്കിലെ ഒരു ഇത് കണ്ടിട്ട് ഇപ്പം നൂറ ഇപ്പോൾ ഈ ഒരു ഹൗസിൻ്റെ എന്താ പറയുക ക്യാപ്റ്റൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻസിയിൽ വന്നതിന് ശേഷം ഇപ്പോൾ അനു ഈ ഒരു ചോറിൻ്റെ കിച്ചണിൽ ചോറ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ പേരിലാണ് ഒരു ടോക്ക് വന്നത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. അനു എന്ന് പറയുന്നത് ഒരു വീട്ടിൽ എല്ലാവരും അപ്പൻ അമ്മ അങ്ങനെ സഹോദരങ്ങൾ അങ്ങനെ എല്ലാവരുമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവൾക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല എന്ന് തന്നെയാണ് അനു പറഞ്ഞത്. പക്ഷെ കുക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ എല്ലാവരുടെ കൂടെ ഒക്കെ കഴിയുന്നത് കൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഒരു രീതിയിൽ ചോറ് വിളമ്പിയത്. അല്ലാണ്ട് അവൾ ചോറ് വിളമ്പിയത് ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കണ്ടസ്റ്റൻസ് ആണ് ആദിലയും നൂറയും. അത് നോ ഡൗട്ടാണ്. പക്ഷെ ഈ ഒരു വീക്ക് മാത്രം അവർ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം അനു എന്ന് പറയുന്നത് ചോറ് വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് വിളമ്പി. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അനു ചെയ്തത്. അനു എല്ലാവർക്കും വിളമ്പിയിട്ട് അവസാനം ഇച്ചിരി ഇപ്പം ഇനി എക്സ്ട്രാ വരുമായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാവർക്കും ബാക്കി കുറച്ച് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി വിളമ്പിയത്. അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി രണ്ടുപേരും കാണിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ആദിലാണ് മെയിനായിട്ട് പെട്ടെന്ന് ഷൗട്ട് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഷാനവാസും ഷൗട്ട് ചെയ്തു. ഷാനവാസ് എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും ഷാനവാസിൻ്റെ കൂടെ നിന്ന ഒരാളും കൂടിയാണ് അനു. പക്ഷേ ഷാനവാസ് അവൾ എന്താണ് ചെയ്തത്, ഒരു തെറ്റ് ചെയ്തത്. കാരണം ഷാനവാസ് എന്ന് പറയുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആളാണ്, അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഷാനവാസ്, അങ്ങനെയാണ്, നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു ദിവസം പോലും മര്യാദയ്ക്ക് കിച്ചണിൽ കയറുകയോ എന്ത് ടാസ്ക് കൊടുത്താലും കിച്ചണിൽ കയറുകയോ അത് ചെയ്യുകയോ ആ ജോലികളൊക്കെ ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇപ്പം ആ ജോലിയൊക്കെ ഇപ്പോൾ ഒരു ടാസ്ക് അല്ല, ഇപ്പോൾ കിച്ചണിലെ ജോലിയൊക്കെ കൊടുത്താൽ തന്നെയും അല്ലെങ്കിൽ അടിച്ചു വരാനോ എന്ത് കൊടുത്താലും തന്നെ പുള്ളി ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പോയിരുന്ന് പിന്നെ എങ്ങനെയെങ്കിലും ആ സമയം കളഞ്ഞ് ആ ജോലി ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഭയങ്കര മടിയനാണ്. അതൊരു മെയിൽ ഷോവനിസ്റ്റിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ്. പുള്ളിക്ക് അങ്ങനെ കിച്ചണിലെ ജോലിയോ വീട്ടിലെ ജോലിയോ ഒന്നും ചെയ്ത് പരിചയവും ഉണ്ടാവില്ല, ചെയ്യാൻ മടിയുമാണ് ആൾക്ക്. അപ്പം അതുപോലെ പിന്നെ ആദിലെ നൂറെ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ആദിലെ നൂറെ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടുപേരും അവർ ഒരുമിച്ച് താമസിക്കുന്ന ലെസ്ബിയൻ കപ്പിൾസാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവരും മനസ്സിലാക്കണമായിരുന്നു അനു ആ ഒരു സമയത്ത് ചെയ്തത് ഇതിനായിരുന്നു. പക്ഷെ അനു പറയാൻ വരുന്ന എന്താണെന്ന് പോലും അനുവിന് സമയം അവർ കൊടുത്തില്ല. അതിന് മുന്നേ അവൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഒരാൾക്ക് ചിലർക്ക് ചില രീതിയിൽ എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഫുഡ് വിളമ്പുന്നു, ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നു, ഒരാൾക്ക് കുറവ് കൊടുക്കുന്നു. അങ്ങനെയല്ല പുള്ളിക്കാർ ചെയ്തത്. ശരിക്കും നിങ്ങൾ ആ എപ്പിസോഡ് എടുത്ത് ആരൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അനു അവിടെ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് പുള്ളിക്കാർ ഈ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമുക്ക് അത് നേരത്തെയൊക്കെ ഇവർ പറയുമായിരുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കുന്നു അനുവെന്ന്. പക്ഷെ ഇപ്പോൾ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും, ഞാൻ നൂറെ അതിലെ അങ്ങനെ ഒന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവരും അങ്ങനെയാണ്, അനീഷ് ഒഴികെ.
അനീഷ് പിന്നെയും അനുവിൻ്റെ പുറകെ പോകുന്നു, സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് അവളെങ്ങനെ കോർണർ ചെയ്യുന്നുണ്ട്. അനുവിനെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്ത് അനു ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഇങ്ങനെ ഫോൾഡ് എടുക്കും. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതിന് അനുവിന് ഒരുപാട് സപ്പോർട്ടേ കിട്ടത്തുള്ളൂ. അത് അവർക്കും അറിയത്തില്ല. അനുവിന് കൂടുതലും കുറേ കൂടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാരണം അവളൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും എടുത്തില്ല. എല്ലാവരുടെയും ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയിൽ പുള്ളിക്കാരി പെട്ടുപോയി. ഇപ്പം എന്തായാലും ഇപ്പം എനിക്ക് അനുവിനോട് കുറച്ച് പാവമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അനു ഇന്നലെ ഒരു ഇത് എപ്പിസോഡിൽ തനിച്ച് ആ ഒരു ഊഞ്ഞാലിരുന്ന് കരയുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മനുഷ്യത്തുള്ള എല്ലാവർക്കും ഒരു വിഷമം തോന്നും. അതെനിക്കും തോന്നിയായിരുന്നു കേട്ടോ. അത് ഒരിക്കലും പാടില്ല. ചിലപ്പോൾ ഇപ്പം ആദില നൂറായിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ട് നടന്നില്ല. അതുപോലെ തന്നെ ആദില പറഞ്ഞത് അവളുടെ ഫെയിമിന് വേണ്ടിയിട്ട് ആണ് കൂട്ടുകൂടിയെന്ന് അനു പറഞ്ഞു എന്ന്. അങ്ങനെ ഞാൻ കേട്ടില്ല കേട്ടോ. അങ്ങനെ അനു പറഞ്ഞതായിട്ട് കേട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ പുള്ളിക്കാരി വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ എൻ്റെ അടുത്ത് എന്തിനാണ് കൂട്ടുകൂടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടുണ്ടോ. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും മറ്റേ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും കൂട്ടുനിന്നു. പിന്നെ ആദില നൂറേം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അനു കൂട്ടുനിന്നു. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിരിക്കും. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം എനിക്കിങ്ങനെ ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഒരു ഞാനിപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ഒരു വലിയ ഒരു ലിസണറാണ്, കാണുന്ന ഒരു പ്രേക്ഷകയാണ് ഞാൻ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും റിയാക്ട് ചെയ്യണം തോന്നി. അനു ആ ഭാഗത്ത് ആദില നൂറ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. എനിക്ക് സീരിയസ്ലി പേഴ്സണലി റിയലി ലവ് ദം. പക്ഷെ അനുവിൻ്റെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ആ കുട്ടിയെ ഇങ്ങനെ കടിച്ചു കയറാനിട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. എന്തായാലും വളരെ മോശമായിപ്പോയി. എല്ലാവരും കുറച്ച് എന്താ പറയുക, എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ അത് പറ്റില്ലാത്ത വേദന. അതിന് തനിച്ചെന്ന് കരയാൻ പോലും പറ്റത്തില്ല. കരഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയും ആൾക്കാർ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ.